സംസ്ഥാനത്ത് ഡിജിറ്റൽ ഹവാല ഇടപാടിൽ കുടുങ്ങിയവരിൽ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും എന്ന മുൻ സംഘാംഗത്തിന്റെ വെളിപ്പെടുത്തൽ. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വെളുപ്പിക്കാനെത്തിയത് 15 ലക്ഷം രൂപ വരെയാണെന്നാണ് മൊഴി. കേസിൽ കൂടുതൽ ഏജന്റുമാരും ഇരകളുമുണ്ടെന്നും ഇയാൾ വ്യക്തമാക്കുന്നു. അതേസമയം ഡിജിറ്റൽ ഹവാല ഇടപാടിൽ അറസ്റ്റിലായ പ്രതിക്ക് UAPA വകുപ്പ് പ്രകാരം കേസുള്ളതിനാൽ റിപ്പോർട്ട് പോലീസ് NIAക്കും കൈമാറിയിട്ടു. ഡിജിറ്റൽ ഹവാല ശൃംഖലയുടെ സ്വാധീനം എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ചെറുപ്പക്കാർക്ക് പുറമെ ഇടപാടിൽ കുടുങ്ങിയവരിൽ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുമുണ്ടെന്നാണ് കണ്ടെത്തൽ. സാധാരണക്കാരായ വീട്ടമ്മമാരുടെയും വിദ്യാർത്ഥികളുടെ മൈനർ അക്കൗണ്ടും ഡിജിറ്റൽ തട്ടിപ്പിലൂടെ നേടിയ പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഉടമകളിൽ പലർക്കും ചോദ്യം ചെയ്യലിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് നോട്ടീസ് അയച്ചു. അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയ സമയത്ത് ഞങ്ങൾ പ്രശ്നം ഭയങ്കര അവരായിട്ട് ഇതായി. ആ സമയത്താണ് അവരിങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും പേരായിട്ട് ഇതാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വലിയൊരു റാക്കറ്റാണ്. അങ്ങനെയാണ് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നമുക്കറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കാര്യമൊക്കെ പറയുന്നത്. അതേസമയം ഡിജിറ്റൽ ഹവാല ഇടപാടിന് പിന്നിൽ കൂടുതൽ ഏജന്റുമാർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തന്റെ അറിവിൽ 100-ലധികം പേർ ശൃംഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും മുൻ സംഘാംഗം വെളിപ്പെടുത്തുന്നു. സ്ത്രീകളുണ്ട്, പ്രായപൂർത്തിയാകാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18 വയസ്സായ ആൾക്കാരുണ്ട്. അതെനിക്ക് അറിയാം. സ്ത്രീകൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ഒരു 4 സ്ത്രീകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ അവിടെ, അതിലും മിക്കവാറും സ്ത്രീകളാണ് അധികം. ഇതിനിടെ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ ഭീകരവാദ സാന്നിധ്യം സംശയിക്കുന്നതിനാൽ NIAക്ക് പോലീസ് റിപ്പോർട്ട് കൈമാറി. അറസ്റ്റിലായ ഏജന്റുമാരിൽ ഒരാൾക്കെതിരെ ഹൈദരാബാദിൽ NIA കേസുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. കേസിൽ NIAക്ക് മുൻ സംഘാംഗം ഇന്നലെ മൊഴി നൽകുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.